ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൻഡ് അതിൻ്റെ കാൽക്കുലേഷൻ യൂസിങ് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. In Zn, two numbers a and b are multiplicative inverse of each other if a into b is congruent to 1 mod n. അപ്പോൾ എയും ബിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകളാണെങ്കിൽ എയുടെയും ബിയും പ്രോഡക്റ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 mod n. അപ്പോൾ എയും ബിയും നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ ഒരു സെറ്റ് യൂസ് ചെയ്തിട്ടാണ് Zn. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ലെസ് ദാൻ n. അപ്പോൾ ലെസർ 10 ആണ് കൺസിഡർ ചെയ്യുന്നത് 9 വരെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. അതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും എയും ബിയും. അപ്പോൾ എ ഇൻറ്റു ബി നമുക്ക് കോൺഗ്രുവൻറ്റ് ടു 1 mod n ആയിട്ട് കിട്ടുകയാണെങ്കിൽ എയും ബിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഫ് മോഡുലസ് ഈസ് 10, അപ്പോൾ Z10ൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 ഈസ് 7 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 നമ്മൾ ചെയ്യുന്നു, ദാറ്റ് ഈസ് 21 mod 10 ചെയ്യുന്നു, ദാറ്റ് ഈസ് 21 mod 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് 1. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എല്ലാ എലിമെൻറ്റ്സിനും എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഒരു ഇൻഡിജറിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ബി വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 mod n. അതായത് ഇൻഡിജറിൻ്റെയും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെയും പ്രോഡക്റ്റ് എടുത്താൽ ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 mod n. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് GCD. ഇഫ് A has a multiplicative inverse in Zn if and only if GCD of n, a equal to 1. അപ്പോൾ എ എന്ന് പറഞ്ഞ എലമെൻറ്റിന് Z എന്നുള്ള സെറ്റിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ we need to calculate the GCD of n, a. n, aയുടെ GCD 1 ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ if GCD of n equal to 1 ആണെങ്കിൽ we can say that a and n are relatively prime. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 8 in Zn. അപ്പോൾ 8 എന്ന് പറയുന്നത് a, n എന്ന് പറയുന്നത് 10. അപ്പോൾ നമ്മൾ GCD of n, a ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. GCD of 8, 10 നമുക്ക് 2 ആണ് കിട്ടുക, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 9 വരെയുള്ള ഒരു നമ്പേഴ്സിലും ഒരു നമ്പർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കോൺഗ്രുവൻറ്റ് 1 ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. So that is inverse of 8 does not exist in Zn. Next, find all multiplicative inverses in Zn. അപ്പോൾ 3 പേയേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, 1 1 3 7 and 9 9. 1ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 mod 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1. അതുപോലെ 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 7, 3 ഇൻറ്റു 7 mod 10, ദാറ്റ് ഈസ് 7 3 21 mod 10 ഈക്വൽ ടു 1. 9 ഇൻറ്റു 9, ദാറ്റ് ഈസ് 81 mod 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1. 81 mod 10 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 8 80 വരും, റിമൈൻഡർ ഇസ് 1. ഇനി ബാക്കിയുള്ള ഈ നമ്പേഴ്സ് 0 2 4 5 6 8. അപ്പോൾ 0 to 9 വരെയാണ് നമ്മൾ Zn കൺസിഡർ ചെയ്യുന്നത്. അതിൽ 1ഉം 3ഉം 9ഉം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഈ നമ്പേഴ്സിനൊന്നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ GCD ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 2 4 5 6 8 എല്ലാം 10ഉം ആയിട്ട് കമ്പയർ ചെയ്ത് GCD നോക്കിയാൽ ഒന്നിൻ്റെയും GCD 1 ആയിരിക്കില്ല. അതിനേക്കാളും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അതിന് പോസിബിൾ ആണ്. സോ Zn നമുക്ക് 3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പെയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പെയേഴ്സ് ഇൻ Z11. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 പെയേഴ്സ്, 7 അല്ല 6 പെയേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. 1 1 2 6 3 4 5 9 7 8 ആൻഡ് 10 10. അപ്പോൾ ഈ 9 9 കൺസിഡർ ചെയ്യേണ്ട, അതൊരു മിസ്റ്റേക്ക് ആണ്. സോ 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 mod 11 1 തന്നെയാണ്. 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 mod 11 1. അപ്പോൾ 3 ഇൻറ്റു 4 12, ദാറ്റും 12 mod 11 ആകുമ്പോൾ അഗെയിൻ 1. 5 ഇൻറ്റു 9 45 mod 11 എന്ന് പറഞ്ഞാൽ എന്തായി? 44 ആകുമ്പോഴത്തേക്കും 11 ഇൻറ്റു 4 ആവും, റിമൈൻഡർ ഇസ് 1. 7 8 8 7 56 mod 11 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 11 ആകുമ്പോൾ 55 ആവും, റിമൈൻഡർ ഇസ് 1. ഇത് കൺസിഡർ ചെയ്യേണ്ട. 9ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 5ൻ്റെത് 9 ആണെങ്കിൽ 9ൻ്റെത് 5 ആയിരിക്കും. അതുപോലെ 10ൻ്റെത് 10 തന്നെയായിരിക്കും. 10 ഇൻറ്റു 10 ഇസ് 100 mod 11 എന്ന് പറയുമ്പോൾ എന്തായി? 9 ഇൻറ്റു 11 ആകുമ്പോൾ 99 എത്തും, റിമൈൻഡർ ഇസ് 1. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 2 3 4 5 6 7 8 9 10 എല്ലാത്തിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകളുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ Z11ലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് 11 പ്രൈം ആയിരുന്നു. 11 പ്രൈം ആണെന്ന് തന്നെ അതിൻ്റെ മീനിങ് 11ൻ്റെ താഴെയുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സുമായിട്ട് അത് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ റീസൺ ഈസ് ദാറ്റ് in Z11 GCD of 11, a is 1. റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് എല്ലാ 1 to
10 വരെയുള്ള എല്ലാ നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും അതെല്ലാം റിലേറ്റീവ്ലി പ്രൈം ടു 11 ആയിരിക്കും. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. So the integer a in Zn has a multiplicative inverse if and only if GCD of a and n is congruent to 1 modulo n. ഇനി നമുക്ക് ഇതേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേഷന് വേണ്ടി വി ക്യാൻ യൂസ് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. അപ്പോൾ അതെങ്ങനെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ് വി നീഡ് ടു ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ബി ഇൻ Zn, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഇവിടെ എന്താവണം, ബിയും എന്നും വേണം വരാൻ. സോ ഫസ്റ്റ് വൺ എൻ, നെക്സ്റ്റ് ഈസ് ബി. സോ ജി സി ഡി നമ്മൾ ഇക്വേഷൻ റീപ്ലേസ് ചെയ്യുന്നു ജി സി ഡി ഓഫ് എൻ കോമ ബി. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ എലമെന്റ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ Zn. സോ ജി സി ഡി ഓഫ് എൻ കോമ ബി ആണ് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരിക, എസ് ഇൻറ്റു എൻ പ്ലസ് ബി ഇൻറ്റു ടി. ഇവിടെ നമുക്ക് എയും ബിയും ആയിരുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത്. എ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു, എൻ ആക്കി റീപ്ലേസ് ചെയ്തു. ബിക്ക് ചേഞ്ച് ഒന്നുമില്ല. ബി നമ്മുടെ കയ്യിലുണ്ട്, എ ഈസ് റീപ്ലേസ് ബൈ എൻ. സോ if we need to find the multiplicative inverse of b in Zn, നമുക്ക് എന്ത് യൂസ് ചെയ്യണം, എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ. എസ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ടി ആയിരുന്നു നമ്മളുടെ ഇക്വേഷൻ. ബി ഇൻറ്റു ടി അങ്ങനെ തന്നെയുണ്ട്. എസ് ഇൻറ്റു എ എന്തായിട്ട് മാറി, എ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇവിടെ എൻ കീപ്പ് ചെയ്തു. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ജി സി ഡി ഓഫ് എൻ കോമ ബി. ജി സി ഡി ഓഫ് എൻ കോമ ബി 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ multiplicative inverse exists, GCD of n comma b must be 1. അപ്പോൾ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എസ് ഇൻറ്റു എൻ പ്ലസ് ബി ഇൻറ്റു ടി ഇസ് ഈക്വലൻ ടു 1. ഈ ലീനിയർ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. അവിടെ എസ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ടി ആയിരുന്നു. ഈ എ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു, എൻ വെച്ച്. അപ്പോൾ ഈ ടാസ്കിന്റെ പർപ്പസ് ടു ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ബി ഇൻ Zn. ഇനി നമ്മൾ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ മോഡുലോ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. അപ്പോൾ എസ് ഇൻറ്റു എൻ പ്ലസ് ബി ഇൻറ്റു ടി മോഡ് എൻ ഇസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് എൻ. അപ്പോൾ ഈ ഇവിടെ ഇത് നമുക്ക് ഈ എക്സ്പ്രഷനിൽ നമുക്ക് മോഡ് നമുക്ക് അകത്തേക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് എസ് ഇൻറ്റു എൻ മോഡ് എൻ പ്ലസ് ബി ഇൻറ്റു ടി മോഡ് എൻ ഈസ് ഈക്വൽ ടു 1 മോഡ് എൻ. ഇനി എസ് ഇൻറ്റു എൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതിന് നമ്മൾ മോഡ് എൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിമൈൻഡർ. ഈ എസ് ഇൻറ്റു എൻ എന്തായാലും എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. റിമൈൻഡർ വിൽ ബി 0. അപ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പ്ലസ് ബി ഇൻറ്റു ടി മോഡ് എൻ ഈക്വൽ ടു 1 മോഡ് എൻ. So b into t mod n is congruent to 1. That means b is the multiplicative inverse of t. അല്ലെങ്കിൽ t is the multiplicative inverse of b. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകളായിരിക്കും. ബിക്കോസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ എന്തൊരു കോൺഗ്രുവൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്, ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod n ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ച് we can find the multiplicative inverse of b in Zn. എൻ എം ബിയും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ജി സി ഡി ഓഫ് എൻ കോമ ബി ഈക്വൽ ടു 1 ആയിരിക്കും. 1 ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യാം. അപ്പോൾ ബിയുടെ ആൻസർ നമുക്ക് എന്തായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്, ബി ഇൻറ്റു ടി മോഡ് എൻ ആണ് നമുക്ക് 1 കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ബിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ടി. അപ്പോൾ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ നമ്മൾ ഉപയോഗിച്ച ടി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ റിക്വയർഡ് വാല്യൂ ഓഫ് ബി. The multiplicative inverse of b is the value of b after being mapped to Zn. നമ്മുടെ അൽഗോരിതം പാർട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം തന്നെ അതിൽ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ എക്സ്റ്റെൻഡ് നമുക്കിവിടെ 3 കോളംസ് ഉണ്ടായിരുന്നു പ്രോസസ്സിൽ. ആറിനൊരു പോർഷൻ, എസിനൊരു പോർഷൻ, ലാസ്റ്റ് ഈ ടിയുടെ പോർഷൻ. അപ്പോൾ അതിൽ ഇടയ്ക്കുള്ള പോർഷൻ ദാറ്റ് ഈസ് എസിനുണ്ടായിരുന്ന പോർഷൻ നമ്മളിവിടെ ഒഴിവാക്കി. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇനി ഇക്വേഷൻസ് വരുന്ന കേസിലും ആറിനും എസിനും ടിക്കും ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. എസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഒഴിവാക്കി. ആറും ടിയും മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണം മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. R1 is initialized to A and R2 is initialized to B. ഇത് സെയിം തന്നെ. ഈ എയും ബിയും ആയിരുന്നു. ഇവിടെ എ എന്തായിട്ട് മാറണം, എൻ ആയിട്ട് മാറണം. ബി സെയിം തന്നെ. T1 0 ആയിരുന്നു, T2 1 ആയിരുന്നു. അത് നേരത്തെയും ഇതേ ഇനിഷ്യലൈസേഷൻ ആയിരുന്നു. സെയിം ഇനിഷ്യലൈസേഷൻ വിൽ ബി യൂസ് ഹിയർ ഓൾസോ. It is T1 equal to 0 and T2 equal to 1. ഇനി നമ്മൾ ജി സി ഡി കണ്ടുപിടിക്കുന്ന അതേ പ്രോസസ്സ് തന്നെ പോകുന്നു. അതിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് ആർ വാല്യൂസും ടി വാല്യൂസും മാത്രം. എസ് വാല്യൂസ് നമ്മൾ ഈ പിക്ചറിൽ വരുന്നേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ദ കോഷ്യൻ R1 by R2 ചെയ്തു. റിമൈൻഡർ കണ്ടുപിടിച്ചു യൂസിങ് ദ ഇക്വേഷൻ R1 minus Q times R2. റിമൈൻഡർ കിട്ടി. ദെൻ വാല്യൂസ് ആർ എക്സ്ചേഞ്ച്. R2 is copied to R1 and R is copied to R2. ഇതേപോലെ തന്നെ ടിയുടെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുക. ടി ഈസ് കാൽക്കുലേറ്റഡ് ആസ് T1 minus Q times T2. Then T2 is copied to T1 and T is copied to T2.
നമ്മൾ ആ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? R2 0 ആവുന്ന കേസിൽ അല്ലെങ്കിൽ GCD കിട്ടുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. GCD എവിടെ ഉണ്ടാവും? R1 ഉണ്ടാവും. ഈ കേസിൽ GCDയുടെ വാല്യൂ എന്തായിരിക്കണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൻ്റെയും ബിയുടെയും GCD മസ്റ്റ് ബി 1. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാണ്? R1 = 1 ആവും. R1-ലാണ് നമുക്ക് GCD കിട്ടുന്നത്. സോ ഇഫ് R1 = 1 അതിന് മീനിങ് എന്താണ്? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സിറ്റുവേഷൻ ഉണ്ട്. R1 = 1 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇഫ് R1 = 1 നമ്മുടെ റിക്വയർഡ് ഇൻവേഴ്സ് ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. T1-ലെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിക്വയർഡ് വാല്യൂ. സോ P ഇൻവേഴ്സ് = T1-ലുള്ള വാല്യൂ എന്താണോ that will be the required result of multiplicative inverse. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇവാലുവേഷന് വേണ്ടി എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റൻഡഡിൽ ആറും എസും ടിയും ഇവാലുവേറ്റ് ചെയ്ത് പോയിരുന്നു. അവിടെ ഈ എസിൻ്റെ പോർഷൻ നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി രണ്ടെണ്ണം അതേപടി കീപ്പ് ചെയ്യാം. പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് R1 = N-ൽ നിന്നും R2 = B-യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് എവിടെ വരെ എത്തണം? R2 = 0 R1 = 1 ആവുന്ന സിറ്റുവേഷനിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അറ്റ് ദാറ്റ് ടൈം T1-ൽ എന്ത് വാല്യൂ ഉണ്ടോ ദാറ്റ് വിൽ ബി ദ റിക്വയർഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്.